മാരാർജീൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പരസ്യമായി വോട്ട് മേടിച്ച കാര്യം. അത് അഡ്മിറ്റ് ചെയ്ത കാര്യമല്ലേ. അന്ന് അവരായിരുന്നു പ്രധാനപ്പെട്ട ആളുകൾ. BJP അവർക്ക് വോട്ട് കൊടുത്തു. എന്നിട്ട് ലീഡർ അവരെ കുറച്ച് സീറ്റ് ജയിപ്പിക്കാമെന്ന് പറ്റിക്കുകയും ചെയ്തു. ഇത്തവണ എന്താ സംഭവിച്ചത്? ഇത്തവണ ഇപ്പോൾ ഇവർ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. ഇൻ കേസ് അങ്ങനെ നീക്കത്തിലേക്ക് ഇവർ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ചോദ്യം. 10ഓളം സീറ്റുകളിൽ LDFന് അവർ വോട്ട് ചെയ്യുന്നു. ഒരു 4-5 സീറ്റ് അവർക്ക് ജയിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഇവർ രണ്ടു കൂട്ടരെയും കുറ്റം പറയാൻ പറ്റും? നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തിട്ടില്ലേ? ഇപ്പം മുമ്പ് വടകര KP ഉണ്ണികൃഷ്ണൻ അതേ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് ധന്യ സിംഗിനെ കോൺഗ്രസും BJP അല്ലേ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ വടകരയിൽ ഈ പറഞ്ഞ ബേപ്പൂർ ഇതുണ്ടായിട്ടില്ലേ. അപ്പം ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള നിങ്ങൾ, അതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് BJPക്കാർ കാണുന്ന രാമൻ ജന്മഭൂമി പ്രശ്നം കത്തിക്കുന്ന സമയത്താണ്. ഇന്നിപ്പം ആ രീതി ശത്രുത മുസ്ലിം സമുദായത്തോട് BJPക്ക് ഇല്ല, രാജീവിന് തീരെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് BJPയുമായിട്ട് സഖ്യം കൂടാമെങ്കിൽ, ഇന്ന് പൊതുവെ തിരക്കേടില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഗവൺമെൻറ് ഇവരുടെ ഈ കുത്സിത പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി, പിണറായി വിജയൻ ആൻറ്റി മുസ്ലിമാന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് രഹസ്യമായി പോയാൽ നിങ്ങൾക്ക് എന്താ അവകാശമുണ്ട് അവരെ കുറ്റം പറയും? വാട്ട് റൈറ്റ് യു ഹാവ് ടു ബ്ലെയിം ദം? ഓക്കെ. പക്ഷേ എന്നാലും ഈ ഇടതുപക്ഷം പണ്ട് മുതൽ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ആശയങ്ങൾ, അടിസ്ഥാനപരമായി അവർ വിശ്വസിച്ച് വരുന്നതും പ്രചരിപ്പിച്ചു വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ആശയങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ അതിൻ്റെ ആശയം എന്താ? ഒന്ന് വർഗ സമരം. അത് ഇതുവരെ എന്ത് വന്നോ? വർഗ സമരം നടന്നാൽ പോരെ. അതാണ് അവരുടെ അടിസ്ഥാന ആശയം. പിന്നെ വേറെ എന്താണ്? മതേതരത്വം കോൺഗ്രസും ഇല്ലേ? ഇത് മറിച്ച് ഈ മതേതരത്വം മറച്ച് വെച്ചോണ്ടല്ലേ കോൺഗ്രസ് കൊണ്ട് ഇവരായിട്ട് സഖ്യം ഉണ്ടാക്കിയത്. കോലീബി സഖ്യത്തിൽ ലീഗ് പോലും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ CPM ഇതൊക്കെ പറഞ്ഞിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൊളിറ്റിക്സ് വലിയൊരു റെവല്യൂഷണറി ചേഞ്ചിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ? റെവല്യൂഷൻ എന്നുള്ള വാക്കൊക്കെ വിട്. മാസീവ് ചേഞ്ച്. വൈ ഷുഡ് വി ഗോ ആഫ്റ്റർ റെവല്യൂഷൻ? അതിൻ്റെ കാലം കഴിഞ്ഞു. ഒരു മാസീവ് ചേഞ്ച്, ആരുമായി വേണമെങ്കിലും സഖ്യമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞു. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ബിസിനസ് ആൻഡ് മാനിപ്പുലേഷൻ. ഇലക്ട്രൽ പൊളിറ്റിക്സ് ഈസ് ആഫ്റ്റർ ഓൾ ബിസിനസ് ആൻഡ് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് ഞാൻ പറയുന്നത് വോട്ടിംഗ് യന്ത്രം കേടാക്കുന്ന പരിപാടിയല്ല, അത് ഹൈജാക്ക് ചെയ്യുന്ന പരിപാടിയല്ല. ഞാൻ പറയുന്നത് ഇവർ വളരെ കൃത്യമായിട്ട് ജാതീയമായിട്ടും മതപരമായിട്ടുള്ള വോട്ടുകൾ ഫിക്സ് ചെയ്യുകയും അല്ലാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആളുകൾ വന്ന് വോട്ടൊക്കെ ചെയ്യും, പക്ഷെ ആ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വിചാരത്തെ തീരുമാനിക്കുന്നത് പുറത്തുള്ള ഒരുപാട് ഘടകങ്ങളാണ്. ഓക്കെ. തമിഴ്നാട്ടിലാണെങ്കിൽ പട്ടച്ചാരായം കൊടുത്താൽ മതി, 500 രൂപയും പാക്കറ്റിൽ കിട്ടുന്ന ചാരായം ഉണ്ട് അവിടെ, അത് ഒരു ബിരിയാണിയും കൂടി കൊടുത്താൽ അവിടെ ഇപ്പോൾ ഗ്യാസ് കുറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്, മോട്ടോർ സൈക്കിൾ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് എത്രയോ 1000 രൂപ മാസം. അല്ല, ഇതല്ല, ഇത് ഇല്ലീഗലായിട്ട് ഇലക്ഷൻ്റെ തലേന്ന് ഒരു ഗ്രാമത്തിൽ കൊണ്ടുവച്ച് ഇതങ്ങ് കൊടുക്കും. അത് കൊടുക്കുന്നവന് ആൾ വോട്ട് ചെയ്യും. 2 ആളുകൾ കൊടുത്താൽ കൂടുതൽ കൊടുത്താലും അവന് വോട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പം ഇവിടെ തന്ത്രപരമായിട്ട് BJPയും CPM അങ്ങനെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല.